Hi all. Today is 26th of November. സോ മാർക്കറ്റ് ഇന്നത്തേത് ജസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാണ്. നിഫ്റ്റി ഓൾമോസ്റ്റ് ഇന്നലത്തെ ആ റേഞ്ചിനുള്ളിൽ തന്നെയാണ് ഓപ്പൺ ആയേക്കുന്നത്. ഈ റേഞ്ച് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ മോസ്റ്റ്ലി ഇൻഡെക്സുകളിൽ ട്രേഡ് എടുക്കുക. ബട്ട് ഇവിടെ മെയിൻ ആയിട്ട് ഇൻട്രാഡേ ഇക്വിറ്റി ട്രേഡ്സ് ആണ് പറയാൻ പോകുന്നത്. സോ ഈ ലെവൽസ് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ലെവൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിഫ്റ്റിയുടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. BPCL ഇന്നലെ ട്രേഡ് എടുത്താണ്. അതിൽ പ്രത്യേകിച്ച് എൻട്രി ഓപ്പർച്യൂണിറ്റി ഒന്നും കാണുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് കുറച്ച് മൂവ് ആവട്ടെ, അത് കഴിഞ്ഞ് ഏതിനാണ് ട്രേഡ് എടുക്കുന്നതെന്ന് ഡിസൈഡ് ചെയ്യും. നിഫ്റ്റി ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇന്ന് ഷോർട്ട് ചെയ്യാനാണ് നോക്കുന്നത് മെയിനായിട്ട്. കാരണം നിഫ്റ്റി അധികം മുകളിലോട്ട് പോകുന്ന എനിക്ക് വ്യൂ ഒന്നുമില്ല. ഒന്നെങ്കിൽ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചൊക്കെ താഴോട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് ഞാൻ ബജാജ് ഓട്ടോയിലാണ് ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കുന്നത്. ബജാജ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡൗൺ ട്രെൻഡിലായിരുന്നു. ഒരു 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഒരു ലോ ആണ് ഇപ്പൊ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ലോ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു നല്ല ഫാൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്ന് നിഫ്റ്റി കുറച്ച് വീക്കാന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഷോർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. സോ ബജാജ് ഈ ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് താഴെ എത്തിക്കഴിയുമ്പം പൊസിഷൻ ആഡ് ചെയ്യാം. ബജാജ് ഓൾമോസ്റ്റ് വീക്കാണ്. ചെറിയൊരു ക്വാണ്ടിറ്റി ആദ്യം ആഡ് ചെയ്തിട്ട് ലെവൽ ബ്രേക്ക് ആയി താഴെയൊക്കെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ വീണ്ടും പൊസിഷനിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു 40 ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ലെവല് ബ്രേക്ക് ആയിട്ടില്ല, പക്ഷെ മാർക്കറ്റ് അത്യാവശ്യം വീക്കാണ്. അതുപോലെ തന്നെ ബജാജ് നല്ല വീക്കായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ലെവൽ ബ്രേക്ക് ആകുന്നതിന് മുമ്പേ എൻട്രി എടുത്തു. പക്ഷെ ഇത് ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്തേക്കുന്നത്. സോ ഇൻ കേസ് ഇവിടുന്ന് റിവേഴ്സൽ വന്നാലും ഒരുപാട് ഫാർ ആയിട്ടായിരിക്കും എസ് സെറ്റ് ചെയ്യുന്നത്, കാരണം ഫുൾ ക്വാണ്ടിറ്റി ആഡ് ആക്കാത്തതുകൊണ്ട്. അപ്പം കുറച്ചും കൂടെ താഴോട്ട് വീണ് ലെവൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ ബാക്കി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ. ജസ്റ്റ് ഒരു സ്മോൾ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഒരു 55 ക്വാണ്ടിറ്റി കൂടെ ഞാൻ ആഡ് ചെയ്തായിരുന്നു. ആ സമയത്ത് എക്സാക്ട്ലി റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നിയർലി ഒരു 9:43 ടൈമിലാണ് ആഡ് ചെയ്തത്. ടൈം സ്റ്റാമ്പ് കാണാം. ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് 9363
ഏരിയ ആണ്. അവിടുന്ന് സപ്പോർട്ട് എടുക്കില്ലോ എന്ന് നോക്കണം. അത് ടാർഗറ്റ്, പക്ഷേ ഇന്ന് മാർക്കറ്റ് അതിലും വീക്ക് ആയതുകൊണ്ട് നല്ല ഫാളാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഒരു 9260 അല്ലെങ്കിൽ അതിനേം താഴെയുള്ള ഏതെങ്കിലും ലെവൽ ഉണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യാം പ്രോപ്പറായിട്ട്. ആലോ നല്ല 2 ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. സോ തിരിച്ച് കയറി പോകാവുന്ന വ്യൂ ഒന്നും ഇല്ല. അതുകൊണ്ട് എന്താണ് പൊസിഷൻ ഹോൾഡ് ചെയ്യാനാണ് പ്ലാൻ. നിയർലി ഒരു 150 ഒക്കെ വരെ വേണമെങ്കിലും ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു മൂവ് വെച്ച് പോകാവുന്നതാണ്. കാരണം നിഫ്റ്റി ആണെങ്കിലും ടോപ്പിൽ ഓപ്പൺ ആയിട്ട് അവിടുന്ന് അത്യാവശ്യം ഒരു ഫാള് തന്നു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു 5000, നിയർലി 5000 അടുത്താണ് മാക്സിമം ലോസ് വരുന്നത്. ഒരു 402-3 ആ ഒരു റേഞ്ചിലൊക്കെ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ലെസ് ദാൻ 50 പോയിന്റ്സ് ആണ്. സോ ടോട്ടൽ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ ബിലോ 5000 ആയിരിക്കും മാക്സിമം ലോസ് വരിക. ഈവൻ നിഫ്റ്റി നോക്കുവാണെങ്കിലും നിഫ്റ്റി ഒരു നല്ല ഫാള് തന്നു തുടങ്ങിയിട്ടുണ്ട്. സെയിം കേസ് വിത്ത് ബാങ്ക് നിഫ്റ്റി ഓൾസോ. നിഫ്റ്റിയുടെ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിലും എസ്റ്റർഡേ ലോ വരെ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഈവൻ അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഫർദർ ഫാള് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ആ സോണിൽ നിന്നും ബ്രേക്ക് ഔട്ടായി ബ്രേക്ക് ഡൗൺ ആയി താഴോട്ട് വരുവാണെങ്കിൽ ഞാൻ ഇൻഡെക്സിലും ട്രേഡ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ബജാജ് ആക്ച്വലി
നല്ല ഫാള് തന്നായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 15K അടുത്ത് വരെ പ്രോഫിറ്റ് അൺറിയലൈസ്ഡ് വന്നായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് പയ്യെ റിക്കവർ ആകുന്ന ലക്ഷണങ്ങൾ കാണിച്ചു. സെയിം ടൈമിൽ ബജാജ് തിരിച്ച് മുകളിലോട്ട് കയറുന്നുണ്ട്. സ്റ്റിൽ ബജാജ് അധികം മുകളിലോട്ട് വരും എന്ന് എനിക്ക് വ്യൂ ഇല്ല. എന്നാലും ഞാൻ പ്രോഫിറ്റ് ഒരു നിയർലി ഒരു 6K 5K 6K ആ റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ആവുന്ന പോലെ ഞാൻ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുവാണ്. മോഡിഫൈ ചെയ്ത സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നിയർലി ഒരു 6K അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. See you tomorrow with another video. Thank you.